ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി IELTS ജർമ്മൻ OET PTA മുതൽ എല്ലാ കോഴ്സുകളും വെറും 5000 രൂപയ്ക്ക്. ഈ ഓഫർ ആദ്യത്തെ 50 രജിസ്ട്രേഷനുകൾക്ക് മാത്രം. ഭാമാസ് റൂട്ട്സ് അക്കാഡമി, ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. വന്യമൃഗശല്യം മൂലം കൃഷിനാശം ഉണ്ടാകുന്നവർക്ക് നൽകുന്ന തുക കുറവെന്ന് ബോധ്യമായാൽ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വനാതിർത്തി മേഖലയിലെ ഫെൻസിംഗ് നിർമ്മാണോദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി. വന്യമൃഗശല്യം മൂലം കൃഷിനാശം അനുഭവിക്കുന്ന കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് 3,25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിന്റെ പരിപാലനം എപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് പറയും, നടപ്പിലാക്കി കഴിഞ്ഞാൽ ആരും അത് ശരിയാവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, 4 മന്ത്രിമാർ, ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉന്നതതല വിലയിരുത്തൽ യോഗം നടത്തുകയുണ്ടായി. ആ വിലയിരുത്തൽ യോഗത്തിൽ ജനപ്രതിനിധികൾക്കുള്ള പങ്കാളിത്തം ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ടീം സ്ഥാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാനതല സമിതിയുണ്ട്. ഇപ്പോൾ അത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജില്ലാതലത്തിൽ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് വിലയിരുത്തിയത്. അതുകൊണ്ട് ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് 14 ജില്ലകളിൽ അതാത് സ്ഥലത്തെ സമിതികൾ രൂപീകരിക്കുകയും ആ സമിതികളിൽ ബന്ധപ്പെട്ട സ്ഥലത്തെ MPയും MLAയും ഉണ്ടാകണം. ഇവിടെ വരുമ്പം MLAമാർ 3 പേരുണ്ടാവും, അങ്ങനെ 3 പേരുണ്ട്. പിന്നെ MP DN പുതിയ ദിവസമാണ്. അപ്പം അതിനകത്ത് വേറെ പരിഗണനയൊന്നുമില്ല. MP MLA ആരാണോ ആ പ്രദേശത്തുള്ള ആളുകളുണ്ടാകും. നമുക്ക് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേകത PRT രൂപീകരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിന് പകുതിയാകുമ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രിയുടെ യോഗം എൻ്റെ തീരുമാനിച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണം നേരിടാൻ ഓരോ പ്രദേശത്തെയും പ്രത്യേകത വെച്ച് ആ സവിശേഷത അനുസരിച്ച് വേണം തീരുമാനിക്കാൻ. ഇവിടെ പ്രായോഗികമായത് ചിലപ്പോൾ ഇടുക്കിയിൽ പ്രായോഗികമായി കൊള്ളണമെന്നില്ല. അപ്പോൾ പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ അയനിച്ചാലിൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ, കടുക്ക സിറ്റി, പിച്ചപ്ര, കുളങ്ങാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട്, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല, കണിച്ചാട്ടുപാറ, വാവലുപ്പാറ, പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടാമ്പാറ അയനിച്ചാൽ മുതൽ ഓൾഡ് ഭൂതത്താൻകെട്ട് വരെ പുഴത്തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. വടക്കും ഭാഗം സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ സുറിയാനി പള്ളി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.